നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കോൺഗ്രസ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ സാഹചര്യം എന്ന് പറയുന്നത് അത്ര ചെറിയ പ്രശ്നമല്ല. കാരണം ദീർഘനാളുകളായിട്ട് അവർ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നത്തിന്റെ മൂർധന്യാവസ്ഥയിലാണ് ഇപ്പോൾ വന്നെത്തിയിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ എന്റെ ടോപ്പിക് എന്ന് പറയുന്നത് ഈ ഒരു വിഷയവുമായി റിലേറ്റഡ് ആണ്. ശശി തരൂർ കോൺഗ്രസ് വിട്ടേക്കുമോ? അപ്പോൾ നമ്മൾക്കറിയാം, ദീർഘനാളുകളായിട്ട് ശശി തരൂറും കോൺഗ്രസുമായിട്ട് പല കാര്യങ്ങളിലും വിഭാഗീയമായ ചിന്തകളുണ്ട്. കോൺഗ്രസിന്റെ നേതൃത്വത്തോടും അതേപോലെ തന്നെ സംസ്ഥാന ഘടകങ്ങളോടും പല കാര്യങ്ങളിലും പ്രത്യക്ഷമായ വിയോജിപ്പ് ശശി തരൂർ പലപ്പോഴും തന്റെ വാക്കുകളിലൂടെയും ലേഖനങ്ങളിലൂടെയും അത് വെളിപ്പെടുത്തിയിട്ടുള്ളതാണ്. ശശി തരൂരിനെ പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹം കോൺഗ്രസിന്റെ എം ആണ്. അതേപോലെ തന്നെ ആനുകാലിക രാഷ്ട്രീയത്തിൽ വളരെയധികം പോപ്പുലർ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ കഴിവുകളും അതേപോലെ തന്നെ സാർവത്രികമായിട്ടുള്ള അംഗീകാരവും ഒക്കെയും പലപ്പോഴും കോൺഗ്രസിനുള്ളിലെ മറ്റു നേതാക്കന്മാരെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒരു പടി മുന്നിലാണെന്നുള്ള കാര്യം എടുത്തു പറഞ്ഞോട്ടെ. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ചിന്തകളും രീതികളും ഒക്കെയും പലപ്പോഴും കൺവെൻഷണൽ ആയിട്ടുള്ള കോൺഗ്രസിന്റെ ചിന്താഗതികൾക്ക് വ്യത്യസ്തമായ രീതിയിലാണ് അദ്ദേഹം പലപ്പോഴും ചിന്തിച്ചു പോകുന്നത്. നല്ല കാര്യങ്ങളെ അദ്ദേഹം അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ശക്തമായ വിമർശനങ്ങളും പലപ്പോഴും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. അപ്പോൾ കോൺഗ്രസിന് ഏറ്റവും ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു നേതാക്കന്മാരിൽ ഒരാളാണ് ശ്രീമാൻ ശശി തരൂർ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം അദ്ദേഹത്തിന്റെ ചിന്താഗതി എന്ന് പറയുന്നത് വളരെ ബ്രോഡായിട്ടുള്ള ചിന്താഗതിയാണ്. പലപ്പോഴും കോൺഗ്രസിനുള്ളിലെ പടലപ്പിണക്കങ്ങളും അതേപോലെ തന്നെ ഗ്രൂപ്പിസവും ഒക്കെയും ഈ ശശി തരൂരിനെ വല്ലാതെ അസ്വസ്ഥതപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ആ കാര്യത്തിൽ അദ്ദേഹം പലപ്പോഴും തന്റെ വിയോജിപ്പുകൾ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. രാഷ്ട്രീയത്തെ പറ്റി നന്നായി ചിന്തിക്കുന്ന ഒരു വ്യക്തിക്ക് നിസ്സംശയം പറയാൻ വേണ്ടി സാധിക്കുന്ന ഒരു കാര്യമാണ്. കാരണം ശശി തരൂർ വളരെ 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 ബ്രോഡായിട്ട് ചിന്തിച്ചുകൊണ്ട് കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തി. അതിനകത്ത് അദ്ദേഹം രാഷ്ട്രീയം നോക്കാറില്ല. പലപ്പോഴും അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ കോൺഗ്രസിന് വിനയായി മാറുന്നതും ഇത്തരം അദ്ദേഹത്തിന്റെ ചിന്താഗതി കൊണ്ട് മാത്രമാണ്. അദ്ദേഹം കോൺഗ്രസിനെ മാത്രം ഒതുങ്ങിക്കൂടുകയോ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ മാത്രം നേട്ടങ്ങളെ പറ്റി എടുത്ത് സംസാരിക്കുകയോ ചെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇത്തരത്തിൽ ശശി തരൂർ കോൺഗ്രസിന്റെ കണ്ണിലെ കരടായി മാറത്തില്ലായിരുന്നു. ഇപ്പോൾ അദ്ദേഹം പലപ്പോഴും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ചരിത്രം എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ വളരെ കൃത്യമായി തന്നെ തന്റെ ആശയങ്ങൾ പറയുകയും ആ ആശയത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്ന ഒരു വളരെ മികവാർന്ന ഒരു വ്യക്തിയാണെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കാരണം ഇപ്പോഴത്തെ നമുക്ക് രാഷ്ട്രീയക്കാരെ പറ്റി പറയുകയാണെങ്കിൽ ഇന്നലെ ഒന്ന് പറയുന്നു, ഇന്നത് വേറെയാക്കി പറയുന്നു, നാളെ അത് മറ്റൊന്നാക്കി പറയുന്നു, പിന്നെ ഇതിനെ പറ്റി അറിയത്തേ ഇല്ലെന്ന് പറയുന്നു. അങ്ങനെയൊക്കെ ഉള്ള ആ ഒരു ക്യാരക്ടർ അല്ല ശശി തരൂരിനുള്ളത്. അദ്ദേഹം പറയുന്ന നിലപാടുകളിൽ ശക്തമായിട്ട് ഉറച്ചു നിൽക്കുന്നു. അത് തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും തന്റെ ആശയങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് കാര്യങ്ങളെ ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് തരൂർ എന്നുള്ളത്. ഇപ്പോൾ തരൂരും കോൺഗ്രസിന്റെ നേതാവുമായിട്ടുള്ള ശ്രീമാൻ രാഹുൽ ഗാന്ധിയുമായിട്ട് അവർ ചർച്ച നടത്തി. ചർച്ചകൾക്ക് ശേഷവും അദ്ദേഹം തന്റെ നിലപാടുകളിൽ വ്യത്യാസം വരുത്തുന്നില്ല എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത്. ലേറ്റസ്റ്റ് ആയിട്ട് ശശി തരൂരുമായിട്ട് കോൺഗ്രസ് ഇടയാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് പറയുന്നത് കേരള സർക്കാരിന്റെ നേട്ടങ്ങളെ പറ്റി പ്രശംസിച്ചു പറഞ്ഞതാണ്. അപ്പൊ ശശി തരൂരിന്റെ ഒരു രീതിയെ പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹം ഏതെങ്കിലും പാർട്ടിയുടെ കൊടിയെ നോക്കിക്കൊണ്ടോ അല്ലെങ്കിൽ പ്രസ്ഥാനങ്ങളോ സംഘടനകളെയോ നോക്കിക്കൊണ്ടോ വ്യക്തികളെ നോക്കിക്കൊണ്ടോ ഒന്നുമല്ല അഭിപ്രായം പറയുന്നത്. അദ്ദേഹത്തിന് ശരിയെന്ന് തോന്നുന്ന കാര്യത്തെ പറ്റി അദ്ദേഹം പ്രസ്താവിക്കുക തന്നെ ചെയ്യും. അതല്ലെങ്കിൽ ലേഖനമായിട്ട് അത് പ്രസിദ്ധീകരിക്കും. അത്തരമൊരു പ്രസ്താവനയാണ് ഇപ്പോൾ കോൺഗ്രസിനെ ചൊടിപ്പിച്ചിരിക്കുന്നത്, കോൺഗ്രസിന്റെ നേതാക്കന്മാരെ ചൊടിപ്പിച്ചിരിക്കുന്നത്. ഈ മുതിർന്ന കോൺഗ്രസ് നേതാക്കന്മാർ അതിൽ ഇടപെട്ടപ്പോൾ ശശി തരൂർ പറഞ്ഞൊരു കാര്യമുണ്ട്: തെളിവുകൾ പരിശോധിക്കൂ. അപ്പോൾ ഏതെങ്കിലും ഒരു നേതാക്കന്മാർ വന്ന് ഇടപെട്ടതിന്റെ പേരിൽ പെട്ടെന്ന് നിലപാട് മാറ്റി പറയുകയല്ല അദ്ദേഹം ചെയ്തത്. തന്റെ നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് ഈ പ്രസ്താവനകളുമായിട്ടും അല്ലെങ്കിൽ എതിർപ്പുമായിട്ടും വന്ന കോൺഗ്രസ് നേതാക്കന്മാരോട് നിങ്ങൾ തെളിവുകൾ പരിശോധിക്കൂ എന്നുള്ള കൃത്യമായ കാര്യം അദ്ദേഹം പറഞ്ഞു. ഇതും കോൺഗ്രസ് നേതാക്കന്മാരെ വല്ലാണ്ട് ചൊടിപ്പിച്ചു. നമുക്കറിയാമല്ലോ നമ്മുടെ കോൺഗ്രസ് എങ്ങനെയാണെന്ന്. ഒരു ചക്ക വെട്ടി പുളത്തി വെച്ച് കഴിഞ്ഞാൽ 4 പീസേ ഉണ്ടാവുള്ളൂ. പക്ഷെ നമ്മുടെ കേരളത്തിലെ കോൺഗ്രസിനെ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ എത്ര പീസ് ഉണ്ടെന്ന് നമുക്ക് എത്ര ചിന്തിച്ചാലും മനസ്സിലാവാത്തൊരു കാര്യമാണ്. 2025 ഫെബ്രുവരി 14 ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിൽ ശശി തരൂർ ഒരു ലേഖനം എഴുതുകയുണ്ടായി. ഈ ലേഖനമാണ് ഇപ്പോൾ രാഷ്ട്രീയ വിവാദത്തിന് കാരണമായി നിൽക്കുന്നത്. അത് കേരളത്തിൽ മാത്രമല്ല, കേന്ദ്രത്തിലും ആനുകാലിക രാഷ്ട്രീയത്തിലൊക്കെയും വളരെ ചൂട് പിടിച്ചൊരു ചർച്ചയ്ക്കാണ് ഇപ്പോൾ ഈ ഒരു ലേഖനം വഴിവെച്ചിരിക്കുന്നത്. അപ്പോൾ ആ ലേഖനത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം.
കേരളത്തിലെ വ്യാവസായിക സ്റ്റാർട്ടപ്പ് മേഖലകളിൽ സംസ്ഥാനത്തിന്റെ ശ്രദ്ധേയമായ സംയുക്ത വാർഷിക വളർച്ചാ നിരക്ക് എന്ന് പറയുന്നത് 254% ആണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു വെച്ച ഇത്രയേ ഉള്ളൂ. കേരളം ഭരിക്കുന്ന CPM സർക്കാർ, ഈ സർക്കാരിന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ വലിയ രീതിയിലുള്ള ഒരു വ്യാവസായിക വളർച്ച ഉണ്ടായിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതൊരു ആഗോള തലത്തിൽ എടുത്തു പഠിക്കണം. ആഗോള വളർച്ചയുടെ 46% കൂടുതൽ വളർച്ചയാണ് കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത് എന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. അപ്പൊ ഈ അഭിപ്രായത്തെയാണ് ഇപ്പോൾ CPM-ന് അനുകൂലമായിട്ടുള്ളൊരു ലേഖനമാക്കിക്കൊണ്ട് പ്രതിപക്ഷ നേതാവ് VD സതീശൻ അടക്കമുള്ള മുതിർന്ന കോൺഗ്രസ് നേതാക്കന്മാർ ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ പ്രസ്താവനയുമായിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ CPM-നെ സുഖിപ്പിക്കാൻ വേണ്ടി എഴുതിയ ഒരു ലേഖനമായിട്ടാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കന്മാർ ഇതിനെ കാണുമ്പോൾ. കേരളത്തിലെ ബിസിനസ് ഇപ്പോൾ 2 മിനിറ്റിൽ തുടങ്ങാമെന്നുള്ള P രാജീവന്റെ പ്രസ്താവനയെ അദ്ദേഹം കോട്ട് ചെയ്തിരുന്നു. അപ്പൊ ഈ പ്രസ്താവനയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് വ്യാവസായിക മന്ത്രിയായിട്ടുള്ള P രാജീവ് അദ്ദേഹത്തിന് നന്ദി പറയുകയും കേരള മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയനും മറ്റ് CPM നേതാക്കന്മാരും ഇദ്ദേഹത്തിന്റെ ലേഖനത്തെ സ്വാഗതം ചെയ്തതോടുകൂടി ഇതൊരു വലിയൊരു തീയായി മാറുകയാണ്, വളരെ വലിയൊരു ചർച്ചയായി മാറുകയാണ്. അവിടെയാണ് VD സതീശനെ പോലുള്ളവർ പറയുന്നത് ശശി തരൂർ ഇത്തരം ലേഖനം എഴുതിയത് CPM-ന് അനുകൂലമായിട്ടാണ്, CPM-നെ സുഖിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ CPM-ന് വേണ്ടിയിട്ട് എഴുതിയ ഒരു ലേഖനം പോലെയാണ് അവരിതിനെ വ്യാഖ്യാനിക്കുന്നത്. ലേഖനം വളരെ പെട്ടെന്ന് തന്നെ വൈറലായതോടുകൂടി പല കോണുകളിൽ നിന്ന് പല രീതികളിലുള്ള അഭിപ്രായങ്ങൾ ശശി തരൂരിനെതിരെ വരാൻ വേണ്ടി തുടങ്ങി. തരൂര് ശരിക്കും പറഞ്ഞ ലേഖനം എഴുതി പുലിവാല് പിടിച്ചിരിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ അദ്ദേഹത്തിന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നത് കൊണ്ട് അദ്ദേഹം ഇതിനെ ഗൗനിക്കുന്നില്ല, അല്ലെങ്കിൽ തനിക്ക് വേറെയും ഓപ്ഷനുകൾ ഉണ്ട് എന്നുള്ള കാര്യവും കൂടി ശശി തരൂർ ഈ ആരോപണങ്ങൾക്കും അതേപോലെ തന്നെ അദ്ദേഹത്തിനെതിരെയുള്ള അഭിപ്രായങ്ങൾക്കും അതിന് മറുപടി കൊടുക്കുന്ന വാക്കുകളിൽ അദ്ദേഹം എടുത്തു പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളതും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിൽ അവരെ ചൊടിപ്പിക്കുന്നതാണ്. ഒരു ക്ഷമാപണം നടത്തും എന്നായിരിക്കാം ഒരുപക്ഷെ കോൺഗ്രസ്സുകാർ ചിന്തിച്ചിട്ടുണ്ടാവുക. പക്ഷെ അത് ശശി തരൂരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല എന്നുള്ളതും കോൺഗ്രസ്സുകാർക്ക് വലിയൊരു വെല്ലുവിളി തന്നെയാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം ശശി തരൂർ കോൺഗ്രസിന്റെ സിറ്റിംഗ് MP ആണ്. അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് പലപ്പോഴും പാർട്ടി കണ്ടെത്തുന്നത് വിമർശനങ്ങൾ, പാർട്ടിക്കെതിരെയുള്ള വിമർശനങ്ങളായിട്ടാണ് കാണുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മുടെ പ്രധാനമന്ത്രി ശ്രീമാൻ നരേന്ദ്രമോദി US സന്ദർശനം നടത്തി. ഈ US സന്ദർശനത്തെ ശശി തരൂർ വളരെ വ്യക്തമായ ഭാഷയിൽ അതിനെ പ്രശംസിക്കുകയുണ്ടായി. മോദിയെ പോലും അദ്ദേഹം പ്രശംസിക്കുകയും മോദി US വിസിറ്റ് നടത്തിയത് ഇന്ത്യക്ക് ഏറെ ഗുണം ചെയ്യുമെന്നുള്ള രീതിയിൽ അദ്ദേഹം പ്രസ്താവന ഇറക്കിയത് BJPക്ക് വലിയ രീതിയിലുള്ള നേട്ടമായി എന്നാണ് കോൺഗ്രസ് ഇപ്പോൾ പറയുന്നത്. അദ്ദേഹം പറഞ്ഞത് സാധാരണഗതിയിൽ ഒരു അഭിപ്രായം മാത്രമായി, ഒരു പൗരന്റെ അഭിപ്രായം മാത്രമായി കാണാൻ സാധിക്കാത്തതാണ് ഇവിടെ വളരെ വലിയ പ്രതിസന്ധിക്ക് കാരണമായി തീർന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. കോൺഗ്രസ് ഇപ്പോൾ മുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കപ്പലാണ്. ഈ മുങ്ങിക്കൊണ്ടിരിക്കുന്ന കപ്പൽ എത്ര നാൾ മുമ്പോട്ട് പോകുമെന്ന് അറിയത്തില്ല. കാരണം കോൺഗ്രസിന് പ്രതിസന്ധി നേരിടുന്ന എവിടെയാണെന്ന് ചോദിച്ചാൽ കോൺഗ്രസിനകത്ത് ലീഡർഷിപ്പ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഇതിനുള്ളിലുള്ള പടലപ്പിണക്കങ്ങൾ പലപ്പോഴും ഈ ലീഡർഷിപ്പിനെ ദുർബലമാക്കിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. കോൺഗ്രസ് വളരണമെങ്കിൽ കോൺഗ്രസിന് കൃത്യമായിട്ടുള്ള ഒരു സംഘടനാ രാഷ്ട്രീയത്തിൽ ഒരു അച്ചടക്കം ഉണ്ടാകണം എന്നുള്ളതാണ്. കോൺഗ്രസിന്റെ നേതാക്കന്മാർ അച്ചടക്കം പാലിക്കണം, അണികൾക്കും അത് പകർന്നു കൊടുത്തെങ്കിൽ മാത്രമേ ഈ പാർട്ടി വളരെ മുമ്പോട്ട് പോകത്തുള്ളൂ എന്നുള്ളതാണ്. അതുകൊണ്ട് ശശി തരൂരിനെ പോലുള്ള ഒരു വ്യക്തി അഭിപ്രായം പറഞ്ഞതുകൊണ്ട് കോൺഗ്രസ് ഒരിക്കലും നഷ്ടപ്പെട്ടു പോകാനോ അല്ലെങ്കിൽ സംഘടന ദുർബലപ്പെട്ടു പോകാനോ ഒന്നും സാധ്യതയില്ല. കോൺഗ്രസിൽ ഇപ്പോൾ നിലനിൽക്കുന്ന പ്രതിസന്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൂപ്പിസമാണ്. ആ ഗ്രൂപ്പിസം പലപ്പോഴും കേന്ദ്ര നേതൃത്വത്തിന് കീഴടങ്ങുന്നില്ല എന്നുള്ളതും വളരെ വലിയൊരു പ്രതിസന്ധി തന്നെയാണ്. ശശി തരൂർ ദ ന്യൂ ഇന്ത്യ എക്സ്പ്രസിന് കൊടുത്ത ഈ ലേഖനം അതിപ്പോൾ നമ്മുടെ കേരളത്തിലെ ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സമ്മിറ്റിന് വളരെ വലിയ രീതിയിലുള്ള ഒരു ശ്രദ്ധയാണ് നേടിക്കൊടുത്തത്. അതിനോടുള്ള താല്പര്യം ഇപ്പോൾ വളരെ വലിയ രീതിയിൽ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ കേരള സർക്കാർ, പ്രതിസന്ധിയിലായിരുന്ന സർക്കാരിന് ശശി തരൂരിന്റെ ഈ ലേഖനത്തോടു കൂടി പുതിയൊരു ജീവൻ വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ശശി തരൂർ ഇനി എത്ര നാൾ കോൺഗ്രസിൽ തുടരും എന്നുള്ളത് വലിയ ചോദ്യചിഹ്നം തന്നെയാണ്. അതിന് ഏകദേശം തീരുമാനം ഉടനടി തന്നെ ഉണ്ടാകും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ശശി തരൂരിനെ അംഗീകരിക്കാത്ത വലിയൊരു വിഭാഗം നേതാക്കന്മാർ കോൺഗ്രസിനുള്ളിലുണ്ട്. അവർ കൺവെൻഷനലായി ചിന്തിക്കുമ്പോൾ ഇദ്ദേഹം കുറച്ചുകൂടെ മോഡേണായി ചിന്തിക്കുന്നു എന്നുള്ളതാണ് വ്യത്യാസം. ഈ മോഡേണിസവും കൺവെൻഷനലിസവും തമ്മിലുള്ള
വലിയൊരു സംഘട്ടനമാണ് ഇപ്പൊ ശശി തരൂരും കോൺഗ്രസും തമ്മിലുള്ളത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ശശി തരൂരിനെ പുറത്താക്കണം എന്നുള്ള രീതിയിൽ കോൺഗ്രസ് നേതാക്കന്മാരിൽ നിന്ന് അഭിപ്രായങ്ങൾ ഇപ്പോൾ പല കോണുകളിൽ നിന്നും വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് പാളയത്തിൽ പടയായി മാറും എന്നുള്ളത് ഉറപ്പായ കാര്യമാണ്. അപ്പോൾ ഇനി ശശി തരൂർ ഒന്നെങ്കിൽ CPM-ലേക്കോ അല്ലെങ്കിൽ BJP-യിലേക്ക് ചേക്കാറാനാണ് സാധ്യത. അത് നമുക്ക് വളരെ സ്പഷ്ടമായി കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, എൻ്റെ കഴിവിനെ വേണ്ടാത്തവർക്ക് ഞാൻ ആ സ്ഥാനത്ത് നിൽക്കുന്നില്ല, ഞാൻ അവിടുന്ന് ഒഴിവായി പോകും എന്നുള്ളതാണ്. അപ്പൊ ഈ വലിയൊരു രാഷ്ട്രീയ പ്രതിസന്ധിയെ കോൺഗ്രസിനെ എങ്ങനെ നേരിടും എന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നം തന്നെയാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഈ വീഡിയോ ഇവിടെ നിർത്തിയാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അതേപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയി കിട്ടും. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുമ്പോൾ ബൈ.